എനിക്ക് കിട്ടിയത്. സുചേട്ടൻ്റെ ഉണ്ട്, കുറെ ഉണ്ട്. അതെല്ലാം ഇപ്പൊ നമുക്ക് സ്ഥലമില്ലല്ലോ. ഇതല്ലേ മറ്റേ നമ്മുടെ പ്രതീക്ഷയും എനിക്കും പ്രതീക്ഷ എന്ത് പറയുന്നു ഇപ്പം? സുഖമായിട്ടിരിക്കും. കുറച്ചു ഇവര് പറയുന്ന ഗ്ലാസിന്റെ ഇടയിലൂടെ വെള്ളം വീഴുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് ചാറ്റിലടിക്കുന്നത് തന്നെയാണ് ലൂവേഴ്സിനുള്ളിൽ കൂടെ ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അവര് നിർബന്ധമായിട്ട് പറയുകയാണ് ചോർച്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഏതെങ്കിലും ഒരു ചോർച്ചയുടെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി. ഞങ്ങൾ പറയുന്നത് അത് ചോർച്ച അല്ല എന്ന് പറയുന്നത്. 2-3 തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ. സുധിയുടെ മോന്റെ ചാനല് 1,00,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് അച്ഛന്റെ അമ്മ, അച്ഛന്റെ ചേട്ടൻ, അടുത്തിയമ്മ, അവന്റെ സഹോദരിമാരായിരിക്കുന്ന 2 പേര്, ഇവരെല്ലാരും ഉണ്ടായിരുന്നു. 2 കേക്കൊക്കെ മുറിച്ച് അവന്റെ കൂട്ടുകാരോടൊത്ത് നല്ല സന്തോഷം പങ്കിട്ട് അച്ഛമ്മയെ വിളിച്ചു. അച്ഛമ്മ വന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ യൂട്യൂബില് പിന്നെ 1,00,000 സബ്സ്ക്രൈബർ ആയതിന്റെ ആണ്, അങ്ങോട്ട് നോക്കി ഒരു ഹായ് പറഞ്ഞാൽ മതി, ടാറ്റ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ആ കുട്ടിയുടെ ചേർത്ത് പിടിക്കല്, സ്നേഹം, ഇതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മോനെ നീ അവിടെ തന്നെ നിന്നോ, ഇല്ലെങ്കിൽ നീ കേട് വന്നു പോകും കേട്ടോ. നീ രേണു താമസിക്കുകയോ വാടകയ്ക്ക് പോവുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ മോന്റെ കാര്യവും പഠിത്തവും എല്ലാം ആയിട്ട് മോന് അവിടെ തന്നെ താമസിക്കുക. അതാണ് മോന് നല്ലത്. അച്ഛന്റെ ട്രോഫികൾ കുറച്ചെടുത്ത് മോൻ താമസിക്കുന്നിടത്തിൽ കൊണ്ടേക്ക്, മോനെ കാണാമല്ലോ. അതാണ് മോൻ ചെയ്യേണ്ടത്. രേണു ഒരു നല്ല ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആരും തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യില്ല. ഇപ്പോൾ രേണുവിൻ്റെ അമ്മയും അച്ഛനൊക്കെ വെള്ള പൂശാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനിൽ വന്ന് ഓരോരുത്തന്മാർ വീഡിയോ എടുക്കാൻ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഇപ്പോൾ അവള് ട്രോഫികളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രേണു, ഇതൊക്കെ എനിക്ക് കിട്ടിയ ട്രോഫികൾ, 8 ട്രോഫി കിട്ടിയിട്ടുണ്ട്. എന്തിന്? സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതിനാണ് അവൾക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നത്. അച്ഛനും അമ്മയും എപ്പോഴും മക്കൾക്ക് സപ്പോർട്ടായിരിക്കും. അത് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അച്ഛനും അമ്മയും അല്ലാണ്ട് വേറെ ആരാ സപ്പോർട്ട് ഉണ്ടാകുക? പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് നല്ല വ്യക്തികളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അവരെല്ലാവരും ഇപ്പൊ അവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രതികരിക്കുന്നത്. ഞാൻ അവളുടെ ഒരു വീഡിയോ ചെയ്തിട്ടതിന്റെ അടിയിൽ വന്നിട്ട് തന്നെ എൻ്റെ അടുത്ത് തള്ളച്ചിന്നും എടിന്നും ഒക്കെ വിളിച്ച് കമന്റ് ഇട്ട വ്യക്തി ഉണ്ടായിരുന്നു. അവര് പോലും ഇപ്പോ ചേച്ചി പറഞ്ഞത് 100% സത്യമാണ് എന്ന് വിളിച്ച് പറയുന്നുണ്ട്, മെസ്സേജിലൂടെയാണെങ്കിലും. അവർക്കൊക്കെ അങ്ങനെ തോന്നണമെങ്കിൽ രേണു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ നെഗറ്റീവ് ഉണ്ടല്ലോ. സുധി എങ്ങനെയുള്ള ആളായാലും ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ആ സുധിക്ക് കിട്ടിയിരിക്കുന്ന ട്രോഫികളെല്ലാം കൂടി ഒരു പഴന്തുണിയിലും ചാക്കിലും എല്ലാം കൂടെ കെട്ടി കട്ടിലിന്റെ അടിയിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് മെയിനായിട്ട്. പിന്നെ കിച്ചു വന്നപ്പോൾ ഉണ്ടായ അനുഭവം, ആ വീട് നശിപ്പിച്ചത്, വൃത്തിയില്ലാതാക്കിയിട്ടത്, പിന്നെ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസിനെതിരെ പ്രതികരിച്ചതിന്, ഫിറോസിനെതിരായിട്ട് ചാനലിലൊക്കെ പോയിട്ട് ചോരുന്നുണ്ട്. അവിടെ ചോരുന്നുണ്ട്. ഋതപ്പന്റെ റൂം ചോരുന്നുണ്ട്. ശരി, ഋതപ്പൻ ഒറ്റയ്ക്കൊരു റൂമിലാണോ? ഇപ്പൊ കിച്ചു വന്നപ്പോ കിച്ചുവിന്റെ റൂം അവിടെ പോയി എന്റെ അച്ഛനും അമ്മയ്ക്കും കിടക്കാൻ കൊടുത്ത് കാണും. പിന്നെ അവിടെ താമസിക്കുന്നവരാണല്ലോ അവിടെ കിടക്കുക. കിച്ചുവിനെ എന്തായാലും അവിടെ നിന്നും മാറി നിൽക്കുക തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഉളത്തെ ആരോഗ്യത്തിന് നല്ലത്. അവന്റെ കിച്ചു എന്തായാലും അച്ഛന്റെ വീട്ടിലാണ്. അപ്പൊ കിച്ചുവിന് പിന്നെ ഇനിയിപ്പം അവിടെ നിന്നാലും ഇവിടെ നിന്നാലും അവന് പഠിക്കണം. അവൻ പഠിച്ചൊരു ജോലി നേടണം. ആ കിച്ചുവിനെ കൂടെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, കിച്ചുവിനോട് നല്ല രീതിയിൽ പെരുമാറുകയും സ്നേഹത്തോടെ അവനെ നോക്കുകയും കാണുകയും അവനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ കിച്ചു രേണുവിന് എന്നും ഒരു മൂത്ത മകനായിട്ട് തന്നെ കൂടെ കാണുമായിരുന്നു. അതില്ലാതാക്കിയത് രേണുവാണ്. രേണുവിന്റെ അതിരുവിട്ട ഓരോ പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയുന്ന ഓരോ വാക്കുകളുമാണ് ആ കുട്ടിയെ അകറ്റിയത്, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ രേണുവിന്റെ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസിനെതിരെ മോശമായിട്ട് പറഞ്ഞതിന്, ഫിറോസിനെതിരെ മോശമായിട്ട് അവരുടെ ബിസിനസിനെ തന്നെ തകർക്കുകയാണ് ചെയ്തത്. അപ്പൊ രേണുവിന്റെ അച്ഛനും ആരാ? തങ്കച്ചൻ. രേണു എന്നുള്ള പേര് പറയാൻ തന്നെ നമുക്ക് മടിയാണ്. രേണു അല്ല, അത് രേഷ്മയാണെന്നുള്ളത് ഞാൻ ഈയിടെ ചില റിയാക്ഷൻ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രേണു എന്നായിരുന്നില്ല പേര്, രേഷ്മ തങ്കച്ചൻ എന്നാണെന്ന്. ഈ രേണു എന്നും പറഞ്ഞ് അതിന്റെ സുധിയുടെ പേരും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ അഭിനയ സിംഹം നടക്കുന്നത്. അഭിനയ സിംഹമേ, നീ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ട്.
ജീവിതം മൊത്തം നീ അഭിനയിക്കുകയായിരുന്നു, ഇതുവരെ അഭിനയിക്കുകയായിരുന്നു. ഇനിയിപ്പം ശ്രുതി പോയതിൽ പിന്നെ അതിനേക്കാൾ കൂടുതൽ, നേരത്തെ അഭിനയിച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയായി നീ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. പ്രതീഷിന്റെ മടി കയറിയിരിക്കുന്ന പെരേരായ പിന്നെ കയ്യിലെ കുഞ്ഞു കുട്ടികളെ എടുത്തതുപോലെ തൂക്കിയെടുത്തിട്ട് വട്ടം കറങ്ങുന്നു. പിന്നെ എന്താണ് അഭിലാഷ് അട്ടായം എന്ന് പറഞ്ഞ് ഇവനെയൊക്കെ കൂടെ കൊണ്ട് നടക്കുന്ന നീയൊക്കെ എന്ത് പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ട് പറയണല്ലേ, സോഷ്യൽ മീഡിയയിൽ വാക്കാകും. ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ പ്രേക്ഷകരിൽ നിന്നും കൂടെ എനിക്ക് കൂടെ തെറി കേൾക്കല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പ്രേക്ഷകരാണ് നമ്മളുടെ ഒരു ബലം. കാണുന്നവരും കമൻ്റ് ഇടുന്നവരും ആണ് നമ്മുടെ ഒരു ബലം. അപ്പോൾ അതിനെ ഒരു ഇകഴ്ത്താൻ പാടില്ല. പ്രേക്ഷകരെ നമ്മൾ ഒരിക്കലും ഇകഴ്ത്താൻ പാടില്ല. ഏത് മേഖലയായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായാലും സ്ഥാപനമായാലും അതാണ് നമ്മളുടെ വിജയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ വിജയിക്കാനുള്ള ഒരേ ഒരു കാര്യവും അത് തന്നെയാണ്. നമ്മുടെ പെർഫോമൻസിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് നമ്മളുടെ ജീവിത വിജയവും. റതപ്പെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ കഴുത്തിലൊരു മുറിവുണ്ട്, അറിഞ്ഞൂടാ? ജന്മം കൊടുത്ത മകൾക്കും അറിഞ്ഞൂടാ? അഭിനയിച്ച് എന്താണ് അഭിനേത്രിയായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ, ഒരു അഭിനേതാവ് കൂടെയുണ്ട്, നായകൻ. ഉളുപ്പുണ്ടോടാ നിനക്ക്? അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ നിനക്കും ഉണ്ടല്ലോ, ഒരു മകളും ഉണ്ട്. നിന്റെ ഭാര്യ നിന്നെപ്പോലെ ഒരു പ്രൊഫഷണലായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അഭിനയമാവട്ടെ വേറെന്തുമാകട്ടെ, ഒഫീഷ്യൽ വർക്കാവട്ടെ, നിന്റെ ഭാര്യയുടെ കൂടെ ഓഫീസിലിരിക്കുന്നവരുടെ കയ്യും പിടിച്ചിങ്ങനെ നടന്ന് അവരുടെ അരികു പറ്റിയിരുന്ന് അവരെ നിൽക്കുന്നിടത്തിലൊക്കെ നിന്റെ ഭാര്യ പോയി ചാരി നിന്ന നിനക്ക് ഇഷ്ടപ്പെടുവോ? നീ ആ നിമിഷം അവളെ ഒഴിവാക്കൂലേ? ആ പെൺകുട്ടി ആയതുകൊണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ പൊട്ടലും ചീറ്റലും ഉണ്ടോ ആവോ. ശ്രുതിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന വീണയുടെ ജീവിതം നശിപ്പിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടി കാരണം ആ പെൺകുട്ടിയുടെയും ജീവിതം കോഞ്ഞാട്ടയാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.